അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയില്ലെന്ന് ബിജെപി ജില്ലാ നേതൃത്വം ആരോപിച്ചു. ജീവനക്കാരുടെ ട്രെയിനിംഗ് പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതോടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴായി. ഒരു മാസം എന്നുള്ളത് 1.5 മാസം ആയിക്കോട്ടെ. നമ്മൾ ഒക്ടോബർ തുടങ്ങാനായിട്ട് പോവുകയാണ്. നവംബർ മാസം അവസാനത്തോടുകൂടി ബ്ലഡ് ബാങ്ക് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ളതുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനമാണ്. നവംബർ മാസത്തോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നത്. എന്നാൽ 2 മാസമായിട്ടും ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കെട്ടിടത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കുകയും ജീവനക്കാരുടെ പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തു. സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ പരിശീലനമാണ് പൂർത്തിയാക്കിയത്. ആവശ്യമായ സജ്ജീകരണങ്ങൾ പൂർത്തിയായെങ്കിലും ബന്ധപ്പെട്ടവർ നിസ്സംഗത തുടരുകയാണെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വി.എൻ. സുരേഷ് ആരോപിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലെത്തിയ ആരോഗ്യമന്ത്രി ഡയാലിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ അടിമാലിയിൽ നവംബർ മാസം അവസാനത്തോടുകൂടി ഒരു ബ്ലഡ് ബാങ്ക് പൂർത്തീകരിക്കും, അതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടും ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ജീവനക്കാരുടെ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടും ബ്ലഡ് ബാങ്കിന് വേണ്ടിയുള്ള സ്ഥലം സജ്ജീകരിച്ചിട്ടും ഇതുവരെയും ബ്ലഡ് ബാങ്ക് തുടങ്ങുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. തൊടുപുഴ ഭാഗത്തുള്ള ഒരു പത്തോളജിസ്റ്റ് ഇവിടെ ജോലിക്കെത്തുവാൻ താല്പര്യപ്പെട്ടിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്താതെ ബ്ലഡ് ബാങ്കിൻ്റെ ഉദ്ഘാടനം നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അടിയന്തരമായി അധികാരികളുടെ ഭാഗത്തു നിന്നും ഇവിടെ ബ്ലഡ് ബാങ്ക് തുടങ്ങുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായ പത്തോളജിസ്റ്റ് ജോലിക്ക് വരാൻ തയ്യാറാണെങ്കിലും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. 100 ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ പ്രസവാവശ്യങ്ങൾക്കും സർജറി ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ ബ്ലഡ് ബാങ്കിന്റെ അഭാവം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.